നമസ്കാരം. തമിഴ്നാട്ടിൽ 20 സീറ്റുകളിൽ മത്സരിക്കാൻ ഒരുങ്ങുകയാണ് ബി.ജെ.പി. ഇതോടുകൂടി എൻ.ഡി.എയിലെ സീറ്റ് വിഭജന ചർച്ചകളും പൂർത്തിയായിട്ടുണ്ട്. ചരിത്രത്തിലാദ്യമായാണ് ദ്രാവിഡ മണ്ണിൽ ബി.ജെ.പി. ഇത്രയധികം സീറ്റുകളിൽ ഒറ്റയ്ക്ക് മത്സരത്തിനിറങ്ങുന്നത്. തമിഴ്നാട്ടിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ വിവിധ പാർട്ടികളുമായി ഏകദേശം 6ഓളം ചെറു പാർട്ടികളുമായി ബി.ജെ.പി. കൈകൊടുത്തിരുന്നു. നമുക്കറിയാം എ.ഡി.എം.കെയും ബി.ജെ.പിയും നിലവിൽ ഇടഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ചെറു പാർട്ടികളെ ഒപ്പം കൂട്ടേണ്ടത് ബി.ജെ.പിയെ സംബന്ധിച്ച് അനിവാര്യതയാണ്. ടി.ടി.വി. ദിനകരന്റെ എ.എം.എം.കെ, ടി.ആർ. പരിവേന്ദറിന്റെ എ.ജെ.കെ, ജോൺ പാണ്ടിന്റെ തമിഴക മക്കൾ മുന്നേറ്റ കഴകം, എ.സി. ഷൺമുഖത്തിന്റെ പുതിയ നീതി പാർട്ടി, ഇന്ത്യ മക്കൾ കൽവി മുന്നേറ്റ കഴകം, അൻപുമണി രാംദോസിന്റെ പട്ടാളി മക്കൾ കക്ഷി എന്നിവരാണ് ഇത്തവണ എൻ.ഡി.എ പാളയത്തിലുള്ളത്. നമുക്കറിയാം ബി.ജെ.പി. 20 സീറ്റുകളിൽ മത്സരിക്കുമ്പോൾ അടുത്തതായി ഏറ്റവും അധികം സീറ്റുകളിൽ മത്സരിക്കാൻ ഒരുങ്ങുന്നത് പട്ടാളി മക്കൾ കക്ഷി തന്നെയാണ്. കടുത്ത ദ്രാവിഡിയൻ രാഷ്ട്രീയം പേറുന്ന അല്ലെങ്കിൽ പ്രാദേശിക തലത്തിൽ മികച്ച സ്വീകാര്യതയുള്ള പട്ടാളി മക്കൾ കക്ഷി ബി.ജെ.പിക്ക് നേട്ടം കൊണ്ട് തരുമെന്ന് തന്നെയാണ് തമിഴകത്തെ രാഷ്ട്രീയ നിരീക്ഷകർ ഒന്നടങ്കം വിശ്വസിക്കുന്നതും. ഈ കരാർ പ്രകാരം പി.എം.കെ, അതായത് പട്ടാളി മക്കൾ കക്ഷി 10 സീറ്റിലും എ.എം.എം.കെ 2 സീറ്റിലും, എ.ജെ.കെ, പി.എൻ.കെ, ന്യൂ ജസ്റ്റിസ് പാർട്ടി, ടി.എം.എം.കെ, എ.എം.കെ എന്നിവർ ഓരോ സീറ്റിലും മത്സരിക്കുന്നുണ്ട്. ജി.കെ വാസന്റെ തമിഴ് മാനില കോൺഗ്രസും ഇത്തവണ എൻ.ഡി.എ പാളയത്തിൽ തന്നെയാണ്. ഇവർ എത്ര സീറ്റുകളിൽ മത്സരിക്കുമെന്ന കാര്യം വ്യക്തമല്ല. പക്ഷേ ഇവരും മത്സര രംഗത്ത് ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം എ.ഡി.എം.കെയും ബി.ജെ.പിയും തമ്മിൽ തെറ്റാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷായുടെ ഒരു പ്രസ്താവനയായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ബി.ജെ.പി. 25 സീറ്റുകളിലെങ്കിലും തമിഴകത്ത് ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നായിരുന്നു. ഈ ഒരു പ്രസ്താവന എ.ഡി.എം.കെ കുറച്ചൊന്നുമല്ല ചൂടിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിലുള്ള ഒരു അകലം വർദ്ധിക്കാൻ ഈ പരാമർശം കൂടുതൽ സഹായിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ കാരണമാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും അമിത്ഷാ എന്ന് പറഞ്ഞ 25 സീറ്റുകളിൽ ബി.ജെ.പി. മത്സരിക്കുന്നില്ല എങ്കിൽ പോലും 20 സീറ്റുകളിൽ അവർ ഉറച്ചു നിൽക്കുന്നുണ്ട്. ഈ 20 സീറ്റുകളിൽ ഒറ്റയ്ക്ക് മത്സരിക്കുക, അതും ദ്രാവിഡ മണ്ണിൽ നിന്ന് എന്നുള്ള ബി.ജെ.പിയുടെ തീരുമാനം പാർട്ടിക്ക് ഗുണമാണോ ദോഷമാണോ ചെയ്യാൻ പോകുന്നതെന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രം അറിയാൻ സാധിക്കും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.